വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് വ്യക്തമായി തിരുവചനം സാക്ഷിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 3:1 കാൺമേൽ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും പഠിപ്പിക്കലിലും ക്രൂശ് മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും എല്ലാം യോഹന്നാൻ ഈ സ്നേഹമാണ് ദർശിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എത്ര വലിയ സ്നേഹമാകുന്നു എന്ന യോഹന്നാൻ പറയുന്നത്. സ്നേഹത്തിന് അഗപ്പെ എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ശത്രുക്കളോടുള്ള നിസ്വാർത്ഥ സ്നേഹമാണ് അത്. അവരുടെ നന്മ മാത്രം ലക്ഷ്യമാക്കി ജീവനെ നൽകിയ സ്നേഹം. റോമർ 6:8 പറയുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന് സ്നേഹത്തെ അറിവാനും അതിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടി ഗ്രഹിപ്പാനും നമ്മെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എഫെസ്യർ 3:18-19 വാക്യങ്ങൾ. ദൈവസ്നേഹത്തിൻ്റെ 3 ലക്ഷണങ്ങളെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. 1. ദൈവസ്നേഹം നമ്മെ കാണുന്ന സ്നേഹമാണ്. മനുഷ്യസ്നേഹം വെറും അന്ധമാണ്. പല മാതാപിതാക്കന്മാരും തങ്ങളുടെ മക്കളുടെ കുറ്റങ്ങളെ കാണാറില്ല. അധ്യാപകരോ സഭാ ശുശ്രൂഷകനോ അത് ചൂണ്ടിക്കാണിച്ചാലും അവർ വിശ്വസിക്കില്ല. മകനോടുള്ള സ്നേഹം മാതാപിതാക്കന്മാരുടെ കണ്ണുകളെ കുരുടാക്കുന്നു. എന്നാൽ നമ്മുടെ ബലഹീനതകളെ കണ്ടുകൊണ്ട് തന്നെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. നാം കേട്ടിട്ടുള്ള ഒരു കൽപ്പിത കഥയാണ് സ്വന്തം മകനിലുള്ള ഭയങ്കരമായ തെറ്റ് കണ്ടിട്ടും അവനെ സ്നേഹിച്ച ഒരു മാതാവിനെ കുറിച്ചുള്ളത്. പ്രണയബദ്ധരായി തീർന്ന ഒരു യുവാവും യുവതിയും. തന്നോടുള്ള സ്നേഹം യഥാർത്ഥമാണെങ്കിൽ അമ്മയെ കൊന്ന് അമ്മയുടെ ഹൃദയം തൻ്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് യുവതി യുവാവിനോട് ആവശ്യപ്പെട്ടു. പ്രണയലഹരിയിൽ മുഴുകി ആ യുവാവ് തൻ്റെ മാതാവ് തന്നെ ലാളിച്ചു വളർത്തിയതും തൻ്റെ രോഗാവസ്ഥയിൽ കൂടെയിരുന്നതും തൻ്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ച് തന്നതും എല്ലാം മറന്നു. തൻ്റെ പ്രണയിനിയുടെ ആജ്ഞ പോലെ മാതാവിനെ കൊന്ന് മാതൃഹൃദയവും കയ്യിലെടുത്ത് പ്രിയപ്പെട്ടവളുടെ അടുക്കിലേക്ക് ആ മകൻ ഓടി. ഓടുന്നതിനിടയിൽ ആ യുവാവ് കാൽ വഴുതി താഴെ വീണു. മാതാവിൻ്റെ ഹൃദയം അവൻ്റെ കയ്യിൽ നിന്ന് വീണ് അകലേക്ക് ഉരുണ്ടപ്പോൾ ആ ഹൃദയം ഇപ്രകാരം ചോദിച്ചുപോയി എന്നാ കഥ, കുഞ്ഞെ, വീഴ്ചയിൽ നിനക്ക് വല്ല മുറിവും ഉണ്ടായോ? ഇതൊരു കൽപ്പിത കഥയാണ്. ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കാം. എന്നാൽ ക്രൂശിലെ വേദന സഹിച്ചുകൊണ്ട് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് ക്രൂശിൽ കിടന്ന് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു എന്നത് സംഭവ കഥയാണ്. എന്നും അവൻ അങ്ങനെ തന്നെ ചെയ്യുന്നു. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപികളായ നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, നമ്മോടുള്ള കർത്താവിൻ്റെ സ്നേഹം എത്ര വലിയതാണ്. 2. ദൈവസ്നേഹം അന്വേഷിച്ചു വരുന്ന സ്നേഹമാണ്. കാണാതെ പോയതിനെ കണ്ടെത്തുന്നത് വരെ തിരഞ്ഞു നടക്കുന്ന ദൈവസ്നേഹം എത്ര വലുതാണ്. ലൂക്കോസ് 15:4 100 ആടുള്ള ഒരിടയൻ കാണാതെ പോയ തൻ്റെ ഒരാടിനെ കണ്ടെത്തുന്നതിന് വേണ്ടി 99 മരുഭൂമിയിൽ വിട്ടിട്ട് തിരഞ്ഞു നടക്കുന്നു. തനിക്കുണ്ടായിരുന്ന 10 ദ്രഹ്മയിൽ ഒന്ന് കാണാതെ പോയപ്പോൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി സൂക്ഷ്മതയോടെ കണ്ടുകിട്ടും വരെ അന്വേഷിക്കുന്ന സ്ത്രീ. കാണാതെ പോയ തൻ്റെ ആടിനെ കണ്ടെത്തിയ ഇടയനും കാണാതെ പോയ തൻ്റെ ദ്രഹ്മ കണ്ടെത്തിയ സ്ത്രീയും പറയുന്നത് പ്രകാരമാണ്, കാണാതെ പോയ ആടിനെയും ദ്രഹ്മയെയും ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, ഞങ്ങളോടുകൂടി സന്തോഷിപ്പീൻ. ഇതുതന്നെയാണ് സ്വർഗത്തിലും സംഭവിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ഒരു പാപി അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷം എത്ര വലിയതായിരിക്കും. ലൂക്കോസ് 15:7-10 വാക്യങ്ങൾ. നാം മടങ്ങി ചെല്ലുന്നതുവരെയും മാനസാന്തരപ്പെടുന്നതുവരെയും മകനെ, മകളെ, മടങ്ങി വരിക എന്ന് പറഞ്ഞുകൊണ്ട്
നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാണ്. 3, ദൈവസ്നേഹം വീണ്ടെടുക്കുന്ന സ്നേഹമാണ്. പാപിനിയായ ശമരി സ്ത്രീയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നട്ടുച്ച സമയത്ത് യാക്കോബിൻ്റെ ഉറവിനരികെ കാത്തിരുന്ന കർത്താവിനെക്കുറിച്ച് യോഹന്നാൻ 4-ാം അധ്യായത്തിൽ വായിക്കുന്നു. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സഖായിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കാട്ടത്തിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് കാട്ടത്തിയുടെ മുകളിലേക്ക് നോക്കി സഖായിയോട് പറയുകയാ, നീ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. ലൂക്കോസ് 19:1-10 വരെയുള്ള വാക്യങ്ങൾ. സഖായിയെ മാത്രമല്ല, സഖായിയുടെ ഭവനത്തെ മുഴുവൻ രക്ഷിച്ച ദൈവസ്നേഹം എത്ര വലുതാണ്. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ കാണുന്ന, നമ്മെ അന്വേഷിച്ചു വരുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന ദൈവസ്നേഹത്തിന് മുൻപിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, പാപിയായ എന്നെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന അവിടുത്തെ സ്നേഹത്തിന് മുൻപിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആമേൻ.